ചെറിയ വീടല്ലേ, അത് ആ മേശരി പറഞ്ഞ പോലെ അങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യാം. ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ചില ആളുകളുണ്ട് 2-3 വീട് സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം എഞ്ചിനീയർ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റഡിയിലും അക്കാഡമിക് സ്റ്റഡിയിലും ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഇത്തരക്കാരെ മാത്രം കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമല്ലോ. നമുക്കൊരു ഇപ്പോൾ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ നമ്മളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്തല്ലേ പോകുന്നത്, അല്ലാതെ വഴി കൂടെ പോകുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് കോടതിയിൽ പോയിട്ട് ഇത് പറയാം എന്ന് പറയില്ലല്ലോ. അതായത് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തോന്നുന്നിടത്തൊക്കെ പില്ലർ വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകലം കൂട്ടിയൊക്കെ വയ്ക്കുന്ന രീതിയിലൊക്കെ പില്ലർ വെച്ച് കണ്ടിട്ടുണ്ട്. അതായത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വേണ്ട, തൊട്ടടുത്ത് 10 അടിക്ക് അപ്പുറത്തൊരു കോളം നിൽക്കുന്നുണ്ട്, അത് പറ്റൂല. അതിൻ്റെ ആവശ്യം ഇതിൻ്റെ പ്രഷർ പോയിന്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. ബിൽഡിങ്ങിൻ്റെ ലോഡ് എവിടേക്കാണ് വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. ആ സമയത്ത് തോന്നും പോലെ അത്രയും ഞാനത് മൊത്തം എൻ്റെ മറ്റേ വീട്ടിൽ ഞാൻ 10 പില്ലറേ ഇട്ടിട്ടുള്ളൂ, ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, അപ്പോൾ ഈ വീട്ടിലും ഇത്ര മതി, ഈ വീട് അതിനേക്കാളും സ്ക്വയർ ഫീറ്റ് കുറവല്ലേ, ഇങ്ങനെ തീരുമാനിക്കരുത്. ഒരു ചെറിയ വീട് ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതൊക്കെ വലിയ പ്രോജക്റ്റുകൾക്ക് പോരെ സ്ട്രക്ചറൽ ഡിസൈൻ? ഈ സ്ട്രക്ചറൽ ഡിസൈൻ ഇല്ലാതെ ഒരു പ്രോജക്റ്റും ഇല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചറൽ ഡിസൈനിങ് അതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാതെ പഴയ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ചെയ്താൽ പോലും അവിടെ ഒരു ഡിസൈൻ ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പണ്ട് ഞാൻ ആ വീട് ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നത് കൊണ്ട് ആ വീട് കുഴപ്പമില്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിൽ കുഴപ്പമില്ലാതെ പോകും എന്ന രീതിയിൽ ആ ഡിസൈൻ തന്നെ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് മുതൽ ഫൗണ്ടേഷൻ്റെ ഡിസൈൻ വരുന്നതും മുതൽ മുകളിലേക്ക് വാളുകളുടെ മുകളിൽ വരുന്ന ക്രോസ് ബീമുകൾ, മുകളിൽ സ്ലാബ് ഡിസൈൻ, ഈ സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രീതി, ഇതെല്ലാം സ്ട്രക്ചറൽ ഡിസൈനിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ പലരും വളരെ നിസ്സാരമായിട്ട് ചെറിയ വീടല്ലേ, അത് ആ മേശരി പറഞ്ഞ പോലെ അങ്ങ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പോലെ അങ്ങ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചെയ്തിരിക്കുന്ന പോലെ ചെയ്യാം. ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, ഇതിനൊരു എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഞ്ചിനീയേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്യാവുന്നത് തെറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള രീതി ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസും അല്ലാത്ത എക്സ്പീരിയൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചില ആളുകളുണ്ട് 2-3 വീട് സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം എഞ്ചിനീയർ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റഡിയിലും അക്കാഡമിക് സ്റ്റഡിയിലും ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. ഇത്തരക്കാരെ മാത്രം കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് പലപ്പോഴും ബഡ്ജറ്റിൻ്റെ കേസിലും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഇൻവോൾവ് ചെയ്ത ഒരു കോസ്റ്റിന് എഞ്ചിനീയറിങ്ങിന് പേ ചെയ്യണം, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ഉണ്ടെങ്കിൽ ആർക്കിടെക്റ്റിന് പേ ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കൺസേൺ വരുമ്പോഴാണ് പലരും ഇതിനെയൊക്കെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയുന്നത്. പക്ഷേ ഈ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു സ്ട്രക്ചർ, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു കോൺട്രാക്ടർ നിങ്ങളത് കൃത്യമായി ആദ്യമേ എഴുതി വാങ്ങിക്കണം. ഒരു കോൺട്രാക്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ ചെയ്യുന്നത്, നിങ്ങൾ കമ്പി ഇടുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എത്ര കമ്പി വെച്ച് ഇടാറുണ്ട്, നിങ്ങൾ എന്നിട്ട് ഈ പ്രൊഫഷണലായിട്ടുള്ള ടീം, ഇപ്പോൾ ഞാനൊക്കെ കൊടുക്കുന്ന സർവീസ് ഉണ്ട്, അങ്ങനെ ഈ പ്രൊഫഷണലായിട്ട് ടീമിനെ കൊണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. എൻ്റെ കോൺട്രാക്ടർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് സാർ, ഇത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത്. അപ്പം ചിലപ്പോൾ പറയും എഞ്ചിനീയറിംഗ് ഒപ്പീനിയൻ, ഇപ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം അത് പോരാ കേട്ടോ, ഫൗണ്ടേഷൻ ഇത് പോരാ, എന്നെ ചിലർ വിളിച്ചൊക്കെ ചോദിക്കും, ഈ ഫൗണ്ടേഷൻ ഈ ബീമിൽ ഇത്ര കമ്പി ഇട്ടാൽ മതിയോ, അല്ലെങ്കിൽ ഈ ബീം ചെയ്യുമ്പോൾ അപ്പം ഞാനത് ഫോണിൽ കൂടെ പറയുന്ന ഒപ്പീനിയൻ, ഞാൻ പറയും ഈ ഫോണിൽ കൂടെ പറയുന്ന ഒപ്പീനിയൻ അല്ല നമുക്ക് ആവശ്യം. കൃത്യമായിട്ടൊരു കൺസൾട്ടിങ് ഫോർമാറ്റിൽ നമ്മളത് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അപ്പോൾ കോൺട്രാക്ടർ ചിലപ്പോൾ ഒബ്ജക്റ്റ്, അയ്യോ ഞാൻ എടുത്ത റേറ്റിലേക്ക് ഇനി ഇല്ല സാർ, അപ്പം അത് എനിക്കിതിനകത്ത് ഇത്രയും ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഓക്കെ നിങ്ങളുടെ റേറ്റിൽ എന്താണ് വേരിയേഷൻ വരുന്നത്, ഇത്രയും കമ്പി മാറ്റുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇത്രയും അവിടെ പറഞ്ഞിട്ട് അതങ്ങ് ചെയ്യാം. നിങ്ങൾക്കൊരു റിക്വയർമെൻറ്റ്, പക്ഷേ അത് ഇവാലുവേഷൻ നടത്തേണ്ടത് എഞ്ചിനീയറിംഗ് സൈഡിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കാര്യം എഞ്ചിനീയേഴ്സിൻ്റെ ഇവാലുവേഷൻ, കാര്യം എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പം എഞ്ചിനീയറിംഗ് പഠിച്ച് എക്സ്പീരിയൻസ് ആവുന്നിടത്തോളം ഇതിന് ഗെയിൻ ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ ഒരു സ്ട്രെങ്തിലാണ് എഞ്ചിനീയേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും സിവിൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് തന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ച് സ്ട്രക്ചേഴ്സിനെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം, ഓരോന്നിനും റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം ഇപ്പോൾ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ നമ്മളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്തല്ലേ പോകുന്നത്, അല്ലാതെ വഴി കൂടെ പോകുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് കോടതിയിൽ പോയിട്ട് ഇത് പറയാം എന്ന് പറയില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഡോക്ടറിൻ്റെ കേസ് പറഞ്ഞാലും അതുപോലെ എഞ്ചിനീയറിംഗും എന്ന് പറയുന്നതിൻ്റെ പ്രൊഫഷൻ്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം ഈ ഒരു കെട്ടിടം പണിയിൽ എഞ്ചിനീയറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരാൻ. നിങ്ങളുടെ ബഡ്ജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ, അതിനെപ്പറ്റി നമുക്ക് അത് വേറൊരു ചാപ്റ്ററാണ്.
പക്ഷേ അവിടെ ഇൻവോൾവ്മെൻറ്റിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ്. ഇപ്പം ഒരാളെ എപ്പോഴും അഫോർഡ് ചെയ്ത് ചിലപ്പോൾ അയാൾ കോസ്റ്റ്ലി ആണ്, ആ എഞ്ചിനീയറിന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, പുള്ളിയുടെ എക്സ്പെർട്ടൈസും പുള്ളിയുടെ സ്ട്രെങ്തും കൂടുതലായതുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് അത്തരത്തിൽ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹമായിരിക്കും ചിലപ്പം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നാൽ എനിക്ക് പറ്റുന്ന ഒരു എഞ്ചിനീയർ ആരാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാമല്ലോ. അതാണ് അതിനകത്തുള്ള സിറ്റുവേഷൻ. അപ്പം നമുക്കത്, എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ ടെക്നിക്കൽ ഇവാലുവേഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു വീടിൻ്റെ വർക്ക് ചെയ്തതെന്നുള്ളതാണ്. ഇനിയുള്ളത് ഈ സ്ട്രക്ചറൽ മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം റാൻഡം കോളം പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്ക്, അതായത് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തോന്നുന്നിടത്തൊക്കെ പില്ലർ വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകലം കൂട്ടിയൊക്കെ വയ്ക്കുന്ന രീതിയിലൊക്കെ പില്ലർ വെച്ച് കണ്ടിട്ടുണ്ട്. അതായത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വേണ്ട, തൊട്ടടുത്ത് 10 അടിക്ക് അപ്പുറത്തൊരു കോളം നിൽക്കുന്നുണ്ട്, അത് പറ്റൂല. അതിൻ്റെ ആവശ്യം, ഇതിൻ്റെ പ്രഷർ പോയിന്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. ബിൽഡിങ്ങിൻ്റെ ലോഡ് എവിടേക്കാണ് വരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. ആ സമയത്ത് തോന്നും പോലെ അത്രയും ഞാനത് മൊത്തം എൻ്റെ മറ്റേ വീട്ടിൽ ഞാൻ 10 പില്ലറേ ഇട്ടിട്ടുള്ളൂ, ഇത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, അപ്പോൾ ഈ വീട്ടിലും ഇത്ര മതി, ഈ വീട് അതിനേക്കാളും സ്ക്വയർ ഫീറ്റ് കുറവല്ലേ, ഇങ്ങനെ തീരുമാനിക്കരുത്. ഈ റാൻഡം കോളം പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഡേഞ്ചറസ് ആണ്, അതത് മനസ്സിലാക്കുക. ഇത് പലയിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടാണ് ഈ പറയുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ വെറുതെ എന്തെങ്കിലും ലേമാൻസ് ഒപ്പീനിയനിൽ ഒരിക്കലും ഫൗണ്ടേഷൻ ഒന്നും ചെയ്യരുത്. ഒന്ന് പിന്നെ വീക്കായിട്ടുള്ള ബീം ഡിസൈനും കോളത്തിന് കമ്പി ആവശ്യത്തിൽ ഇടാതിരിക്കുക. ചില ആളുകളൊക്കെ ഇപ്പോൾ 8mm ഇതൊക്കെ ഇട്ട് കോളം വാർക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മിനിമം കോളത്തിൻ്റെ കമ്പി എന്ന് പറയുന്നത് 12 mm ആണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ബീമിൻ്റെ കമ്പിയും ചുമ്മാ 8mm ഒക്കെ ഇട്ട് ബീം വാർത്ത് വയ്ക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ അങ്ങ് ചെയ്തൊക്കെ നിൽക്കുകയല്ലേ, അപ്പുറത്ത് നിൽക്കുകയല്ലേ. പണ്ട് ഞാനൊക്കെ കരിയറിൻ്റെ തുടക്കത്തിൽ വന്നപ്പോൾ ഇതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് അന്നത്തെ സീനിയർ ആയിട്ടുള്ള ഈ മേസന്മാരൊക്കെ പറയുന്നതിന് അവിടെ നിൽക്കുന്നില്ലേ, ഇവിടെ നിൽക്കുന്നില്ലേ, ഈ ചോദ്യം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. അവിടെ നിൽക്കുകയല്ലേ എന്ന് പറയും. അപ്പോൾ അത് നിൽക്കുകയെന്നല്ല, അത് അവിടെ നമുക്ക് സഫീഷ്യൻ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വർക്കൗട്ട് ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിച്ച് വേണം അത് ഇടാനായിട്ട്. അതിനൊരു വലിയ മെനക്കെട്ട ജോലിയായിട്ട് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഉള്ളത് പലപ്പോഴും കാണുന്ന സംഭവമാണ് ഈ ബീം, പ്ലിന്ത് ബീമിലൊക്കെ അടിക്കുമ്പോൾ ബീമിൽ കമ്പി മണ്ണിൽ തട്ടുന്ന രീതിയിൽ കവർ കൊടുക്കാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വയ്ക്കുന്നവരുണ്ട്. അതായത് മണ്ണിൽ തട്ടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. പലപ്പോഴും PCC പോലും ഇടാതെ ഇരിക്കുന്ന അവസ്ഥ. മണ്ണിൽ തട്ടാതെ കുറച്ച് PCC എന്തെങ്കിലും വലിച്ചു വരെ ഇടണമെന്നല്ല, കൃത്യം സിസ്റ്റമാറ്റിക്കായിട്ട് PCC ഇടുക. ഈ കമ്പി കെട്ടുന്ന സമയത്ത് കമ്പി സഫീഷ്യൻ്റ് ആയിട്ട് ഉള്ള കവർ നമ്മൾ പറയുന്നത് വെച്ചാൽ കമ്പിയും ഈ താഴത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും തമ്മിലുള്ള ആ ഒരു കവർ കൃത്യമായിട്ടും, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ IS കോഡ് സ്റ്റാൻഡേർഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40 mm മിനിമം നമ്മൾ കൊടുക്കണമെന്നാണ്. അതായത് 4 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ ആ ഗ്യാപ്പ് ഉണ്ടാവണം. ഈ ഭൂമിക്കടിയിലേക്ക് പോകുന്ന സ്ട്രക്ചറുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 40 mm മിനിമം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അത് 50 ഒക്കെ നമ്മൾ പൈലിൻ്റെ കേസൊക്കെ വരുമ്പോൾ നമ്മൾ 50 ഒക്കെ കൊടുക്കും. പലപ്പോഴും ഇത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, കവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണുമായിട്ടുള്ള കോണ്ടാക്റ്റ്, വെള്ളമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ കമ്പി തുരുമ്പിച്ച് പോവുകയും ഭാവിയിൽ ആ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ എലിമെൻ്റാണ് അവിടെ നശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക ഇത്തരം കവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചറൽ മിസ്റ്റേക്ക് അല്ല, ജനറൽ മിസ്റ്റേക്കാണ് ക്യൂറിങ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഒരു ബീമോ കോളമോ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു 7 days ക്യൂറിങ് മിനിമം കൊടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്ട്രക്ചറലി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബിൽഡിങ് സ്ട്രക്ചറലി സേഫ് ആണോ എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. കാര്യം അതിന് നിങ്ങളൊരു എഞ്ചിനീയറുടെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.